ഇത് സിസ്റ്റർ റെനിറ്റ എസ്.ടി. എറണാകുളം പെരുമാനൂർ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപിക. ഇത് സിസ്റ്റർ ജോസ്ന എസ്.ടി. എറണാകുളം ഹൈക്കോർട്ടിൽ അഭിഭാഷകയായി ജോലി ചെയ്യുന്നു. എറണാകുളം തമ്മനത്ത് കാരണക്കോടം ഇടവകയിൽ 1991 സ്ഥാപിതമായ എസ്.ഡി. സിസ്റ്റേഴ്സിന്റെ സന്യാസ ഭവനമാണിത്. ഈ കോൺവെന്റിലെ അംഗങ്ങളാണ് സിസ്റ്റർ റെനിറ്റയും സിസ്റ്റർ ജോസ്നയും. ഈ കൊച്ചു സന്യാസ ഭവനം ചുറ്റുമുള്ള ഒത്തിരി പേർക്ക് പ്രകാശം പരത്തിക്കൊടുത്തുകൊണ്ട് നിലകൊള്ളുന്നു. സാധാരണഗതിയിൽ പ്രാർത്ഥനയും അതുപോലെ തന്നെ ജപധ്യാനങ്ങളുമൊക്കെ ആയിട്ട് മുന്നേറുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സംസ്കാരത്തിൽ. സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ സന്യാസവ്രതങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നാലുകെട്ടിൻ്റെ ഉള്ളിലായിരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ആഭിമുഖ്യത്തിലായിരുന്നു കൊണ്ടാണ് അവർ സുവിശേഷവൽക്കരണം പൂർത്തീകരിക്കുക. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളോട് കൂടെ ആയിരുന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് അവരെ ആനയിച്ച് പ്രത്യേകിച്ച് കലാകായിക മേഖലകളിലുള്ള അവരുടെ താല്പര്യങ്ങളെ വാസനകളെ ഉണർത്തി പ്രോത്സാഹിപ്പിച്ച് അത് വിജയത്തിലെത്തിച്ചുകൊണ്ട് ഈശോയെ പരിചയപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് സുവാർത്ത കോൺവെൻറ്റിലുള്ള സിസ്റ്റർ റെനിതയും സിസ്റ്റർ ജോൽസനെയും അവരോട് ചേർന്ന് കടന്നു വരുന്ന ഓരോ സിസ്റ്റേഴ്സും കാലാകാലങ്ങളായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുക. Ready, 1, 2, 3, start. എന്തുകൊണ്ട് ഈ രണ്ട് സന്യാസിനിമാർ ചെണ്ടക്കോൽ കയ്യിലെടുത്തു? ഒരു സന്യാസ ഭവനത്തിൽ ചെണ്ടവാദ്യമേളങ്ങൾ എങ്ങനെ എത്തി? അത് ഒരന്വേഷണത്തിന്റെ ഉത്തരമായിരുന്നു. സന്യാസ സമൂഹം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾക്കപ്പുറം അധ്യാപന അഭിഭാഷക ജോലി തിരക്കുകൾക്കിടയിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്കായി അവരുടെ നന്മയ്ക്കും ഉന്നമനത്തിനുമായി എന്തു കൂടുതൽ ചെയ്യാം എന്ന രണ്ട് സന്യാസിനികളുടെ അന്വേഷണം. 2008 ഞങ്ങൾ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് ഈ മഠത്തിലേക്ക് വരുന്നത്. വരണ സമയത്ത് ഇവിടെ എന്താ ചെയ്യണമെന്നോ എങ്ങനെ ആരംഭിക്കണമോ എന്നൊന്നും വ്യക്തമായിട്ടുള്ളൊരു മനസ്സിലാക്കൽ ആ സമയത്തില്ല. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ കോളനിയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അങ്ങനെയൊന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ കോളനിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ദൈവം എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അന്വേഷിച്ച് പ്രാർത്ഥനാപൂർവ്വം കണ്ടെത്തുക എന്നൊരു മെസ്സേജ് തന്നാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഞങ്ങളെ ഇവിടേക്ക് യാത്രയാക്കുന്നത്. 1 വർഷത്തോളം ഞങ്ങൾ ഇവിടെ യാതൊരു ആക്ടിവിറ്റികളൊന്നും ചെയ്തില്ല. ഇവരെക്കുറിച്ച് ഞങ്ങളൊന്ന് പഠിച്ചു. ഇവിടുത്തെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾ കണ്ടറിയാനായിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ കുട്ടികളൊക്കെ ഈ കോളനിയിൽ കയറി ഇറങ്ങാനായിട്ട് തുടങ്ങി. കുട്ടികൾ ഇവിടെ വന്നപ്പോൾ പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം? അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിൽ വ്യക്തമായിട്ടുള്ള രൂപഭാവങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് വിഷയമാക്കരുത്. ഈ കോളനിക്ക് വേണ്ടി ഇനിയും അങ്ങ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു. അതിന് കിട്ടിയ വചനം പറയാം.
അതിന് നല്ലൊരു വചനമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതാ പുതിയ ഒരു കാര്യം ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു വചനഭാഗം കിട്ടി. പിന്നെ വേറൊന്നും വളരെ ആ കാലഘട്ടത്തിൽ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ ചോദിക്കുമ്പോൾ തരാൻ ഔദാര്യമുള്ളൊരു കർത്താവ് കൂടെയുള്ളപ്പോൾ ഇവർക്ക് വേണ്ടി അന്വേഷിക്കാനും ചോദിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള ഒരു എനർജി ഉള്ളിൽ ഫീൽ ചെയ്യുമായിരുന്നു. കരുണാർദ്ര ശുശ്രൂഷയിലൂടെ ദരിദ്രർക്ക് സുവിശേഷമാകുക എന്നതാണ് SD-യുടെ പ്രേക്ഷിത ദർശനം. അങ്ങനെ പോകുന്ന സമയത്ത് വൈപ്പിൻ സൈഡിൽ നിന്ന് ആളുകൾ ചെണ്ട കൊട്ടുന്നുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് അത് ഞങ്ങളുടെ മനസ്സിലൊരു ആകർഷണം തോന്നി. അവരിരുന്ന് ചെണ്ട കൊട്ടുന്നപ്പോൾ നമ്മുടെ കോളനിയിലാണ് മിക്ക ദിവസവും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെണ്ട പ്രാക്ടീസ് തുടങ്ങിയാലോ എന്ന വണ്ടിയിലിരുന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും അതേക്കുറിച്ച് ആലോചനകൾ നടത്തി. പിന്നെ 1-2 പേരോടൊക്കെ വിളികൾ നടത്തി. ആരെ കിട്ടും, ഒരാശാന എവിടെ നിന്ന് കിട്ടണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പലരിൽ നിന്നായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത നമ്പറുകളിൽ നിന്നെല്ലാം വിളിച്ചു. അങ്ങനെയാണ് നമുക്ക് പള്ളുരുത്തിയിൽ നിന്ന് ഒരു ആശാന കിട്ടുന്നത്. ആ ആശാനാണ് ഇവിടെ ചെണ്ടമേളത്തിൻ്റെ ഒരു ആരംഭം കുറിച്ചത്. പ്രശാന്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പ്രശാന്ത് ആശാൻ പഞ്ചാരി മേളത്തിലാണ് നമ്മൾ ആദ്യത്തെ ട്രെയിനിങ് കൊടുത്തത്. ആൺകുട്ടികളായിരുന്നു അതിനകത്ത് കൂടുതലും. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഈ ചെണ്ട പഠിപ്പിക്കുന്നത് ചെണ്ടയിലാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ വിചാരം. അപ്പോൾ ഈ ചെണ്ട എവിടെ നിന്നാണ് കിട്ടണത് അങ്ങനത്തെ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പിന്നെ ആശാൻ വന്ന് ആശാനായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ കല്ലിലാണ് കൊട്ടി പ്രാക്ടീസ് ചെയ്യണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഇവരെ കരിങ്കല്ല് സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് അവരോടൊപ്പം ഇറങ്ങി. പിന്നീട് അവരുടെ വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസൊക്കെ ആരംഭിച്ചു. നന്നായിട്ട് ഈ വൈകുന്നേര സമയങ്ങൾ ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി കുട്ടികളെത്തും. ആശാൻ വരും. ഒരു 1 മണിക്കൂർ സമയം അവരെ സാധകം ചെയ്യിപ്പിച്ച് പിന്നെ പ്രാക്ടീസിലേക്കൊക്കെ കയറി തുടങ്ങി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂത്തിനെ മുൻപിൽ കണ്ടുകൊണ്ട് ചെണ്ടമേളം തുടങ്ങുക ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതും വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഞങ്ങളുടെ എല്ലാ മഠങ്ങളിലും വൈകുന്നേരം 6 മണിയോടെ നിശബ്ദതയിലേക്കും അതുപോലെ പ്രാർത്ഥനയിലേക്കും മഠത്തിൻ്റെ അന്തരീക്ഷം നീങ്ങുമ്പോൾ തമ്മനം കോളനിയിൽ ദൈവത്തിലേക്കുള്ള പ്രാർത്ഥന ചെണ്ടമേളത്തിലൂടെയാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ആ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സർഗാത്മകതയുണ്ട്, കഴിവുകളുണ്ട്, ഭാവനാസമ്പന്നതയുണ്ട്. അപ്പോഴേ പലപ്പോഴും നമുക്ക് സംഭവിക്കുക ശാരീരികമായ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അവരുടെ മാനുഷികമായ മഹത്വം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. കാരണം നമ്മൾ കൊടുക്കുന്നവരും അവർ വാങ്ങുന്നവരുമാണ്. സിസ്റ്റേഴ്സ് റിവേഴ്സ് ഓർഡറിലേക്ക് വന്നു. അവർ കൊടുക്കുന്നവരും സിസ്റ്റേഴ്സും കത്തോലിക്ക സമൂഹവും വാങ്ങുന്നവരുമായിട്ട് മാറി. ഞാൻ ഈ 2 സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിൽ പ്രത്യേകമായി കണ്ടൊരു കാര്യം, അവർ പിറകിൽ നിൽക്കുകയാണ്. സുവാർത്ത കോൺവെന്റിലെ ഈ സന്യാസിനികൾ എപ്പോഴും ഒരു അന്വേഷണത്തിലാണ്. തങ്ങളുടെ സഹോദരങ്ങളുടെ നന്മയ്ക്കും ഉന്നമനത്തിനുമായി എന്തു കൂടുതൽ ചെയ്യാം എന്ന അന്വേഷണം. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് അവിടെ രുചി പകരുക, അതോടൊപ്പം തന്നെ അവിടെ പ്രകാശമായി തീരുക. അങ്ങനെയാണ് നമ്മുടെ ഒരു വൈദിക സന്യാസ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത്, സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും റെണിത സിസ്റ്ററും ജ്യോത്സ്ന സിസ്റ്ററും അവിടെ കടന്നു വരുന്ന മറ്റു സിസ്റ്റേഴ്സും കാലാകാലങ്ങളിൽ കടന്നു വരുന്ന എല്ലാവരും വ്യക്തമായിട്ട് ഈ ശാന്തിപുരം കോളനിയിലെ സമൂഹത്തിൽ രുചി പകരുന്ന സാന്നിധ്യമാണ്. ഒപ്പം ആ പ്രദേശത്തെ മുഴുവനും പ്രകാശമാനമാക്കുന്ന ഒരു ദീപഗോപുരമാണ്. ഈ കൊച്ചു കോൺവെന്റും ഇവിടുത്തെ പ്രവർത്തനങ്ങളും ജാതിമതഭേദമന്യേ ഒത്തിരി പേർക്ക് ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷയും ലക്ഷ്യബോധവും നൽകുന്നു.
ഞങ്ങൾ വൈകുന്നേരം ഒരു ദിവസം ഇങ്ങനെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ വന്ന് തലകുത്തി മറിയണ്, പിന്നെ ചാടിക്കളിക്കണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണല്ലോ ഇവർ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇവരെ എന്തെങ്കിലും ഒരു കലയിലേക്ക് ഇവരെ ഒന്ന് തിരിച്ചു വിട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് അവരുടെ തലകുത്തിമറിയൽ എന്നൊക്കെ പറഞ്ഞ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള തലകുത്തിമറിയൽ, ചില പ്രത്യേക ആക്ഷനോട് കൂടിയുള്ള അവരുടെ ചില അഭ്യാസ പ്രകടനങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെ കുറച്ചും കൂടി ഒന്ന് പഠിപ്പിച്ച് എടുക്കാനാണെങ്കിൽ ഏതെങ്കിലും തലങ്ങളിലേക്ക് ഒരു ഉയർത്തി വലുതാക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് കളരിപ്പയറ്റ്. സുവാർത്ത കളരിപ്പയറ്റ് ക്ലബ്. നമ്മുടെ ഫുട്ബോളിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടി ഇവിടെ ഉണ്ട്, സുവാർത്ത FC എന്നുള്ള പേരിൽ. നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്ന സീന മാഡത്തെ നമുക്ക് കോച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. സുവാർത്ത ഫുട്ബോൾ ക്ലബ്. ജോസ്ന സിസ്റ്ററും ലളിത സിസ്റ്ററും ഒരുപാട് കോളനികൾക്ക് വേണ്ടി ചെയ്യുന്ന, തമ്മനം കോളനിയിലാണ്, ആ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നെ ഫുട്ബോൾ പഠിപ്പിക്കാൻ ആ 2 സിസ്റ്റർമാരുടെയും പ്രയത്നത്തിൽ എന്നെ കണ്ടുകിട്ടിയതും എന്നെ ഇവിടെ കോളനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ ഞാൻ സന്തോഷത്തോടെയാണ് ഞാനിത് ഏറ്റെടുത്തത്. മാഡം ഇങ്ങനെ ഒരു ഇതുണ്ട്, എൻ്റെ കോളനിയിൽ പിള്ളേർ ഇങ്ങനെ ഒത്തിരി കളിക്കുന്നവരാണ്, അവർക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ട്, എൻ്റെ പിള്ളേർ കേരളം കളിക്കും, ഇന്ത്യ കളിക്കും എന്നൊക്കെ ആ സിസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അറിയാതെ തന്നെ ഞാൻ വന്ന് വിട്ടതാണ് ഈ കോളനിയിൽ. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴാണ് അറിയണത് അവർ എന്തോരം എഫർട്ട് എടുത്താണ് ഈ കോളനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സുവാർത്ത ചിൽഡ്രൻസ് ക്ലബ്. പിന്നെ ഞങ്ങൾ ഇതിനോട് ചേർന്ന് പിന്നെ ആരംഭിച്ച കുട്ടികളുടെ ക്ലബ്ബ്. ഞായറാഴ്ചകൾ ഞങ്ങളുടെ ഒരു കാറ്റഗിസം പഠിപ്പിക്കാൻ പോകുന്നില്ല, അതിന് പകരം ഇവിടെ ആ സമയത്ത് എല്ലാ ഞായറാഴ്ചയും 11 മണിയാകുമ്പം കുട്ടികളുടെ ക്ലബ്ബ് ഇവിടെ നടത്തും. സുവാർത്ത ക്ലബ്ബ് എന്നാണ് പേര്. ഏകദേശം 40-45 പിള്ളേരൊക്കെ ആ ക്ലബിലേക്ക് അവർ വരും. വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ക്ലാസ്സുകൾ, സ്കിൽ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ കളികൾ, അങ്ങനെ ഒരു 1.5-2 മണിക്കൂർ വളരെ രസകരമായിട്ട് അത് അന്നു മുതൽ ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് അതിന്. സുവാർത്ത PSC ട്രെയിനിങ്. ഈ ശാന്തിപുരത്തുള്ള ഞങ്ങളുടെ കുട്ടികൾ അവർ ഇപ്പം പലരും മുമ്പത്തതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കുറേ കൂടി പഠിക്കാനും ഉയരാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാർ അതിൻ്റെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കഴിഞ്ഞ SSLCയുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ 9 A+ ഒക്കെ കിട്ടിയ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം തോന്നി, ഇവരെ PSC ട്രെയിനിങ്ങിന് വേണ്ടി കൂടി ഒന്ന് ഒരുക്കിയാൽ നല്ലതാണല്ലോ. ഈ കഴിഞ്ഞ നവംബർ ആദ്യത്തെ വീക്കിൽ PSC ട്രെയിനിങ് ഇവിടെ ആരംഭിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ ഏകദേശം 10-25ഓളം കുട്ടികൾ വന്ന് അതിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ ഇനിയുള്ളൊരു ഗവൺമെൻറ് ജോബിനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം തന്നെ കുറേ കൂടി അറിവും ജ്ഞാനവും ഒക്കെ ഉള്ളവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നാൽ ഈ തലമുറയിൽ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അവരെ ഒരു പുതിയ സംസ്കാരത്തിലേക്കൊക്കെ നയിക്കാൻ ഇത് സാധിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. സുവാർത്ത ഡാൻസ് ക്ലബ്. പെൺകുട്ടികൾ വന്ന് ഇടയ്ക്ക് ഇവിടെ നിന്ന് പറയും, സിസ്റ്റർ ആൺകുട്ടികൾക്കുണ്ട്, അമ്മമാർക്കുണ്ട്, നിന്ന് ഞങ്ങളെ മാത്രം ഒഴിവാക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഒരു ഡാൻസ് എന്ന് ചിന്തിച്ചത്. കാരണം പെൺകുട്ടികൾക്ക് തെളിയാൻ പറ്റിയ അല്ലെങ്കിൽ അവരുടെ മികവ് തെളിയിക്കാൻ പറ്റിയ ഒരു സംഭവമാണല്ലോ ഡാൻസ്. ആൻ്റണി സാറാണ് അതിന് ക്ലാസ് എടുക്കുക. അതിൻ്റെ ഹെഡ് ശ്യാമള മാമും ഇടയ്ക്ക് വന്ന് ഇവരുടെ പഠന നിലവാരം വിലയിരുത്താറുണ്ട്. സുവാർത്ത സീനിയർ സിറ്റിസൺസ് ക്ലബ്. ഇവിടെ ഈ ശാന്തിപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള 60 വയസ്സിന് മുകളിലുള്ള അമ്മമാർ എല്ലാ മാസവും ഒരിക്കലും ഇവിടെ ഒരുമിച്ച് കൂടും. ഞങ്ങൾ ഒരു സായാഹ്നം അവരോടൊപ്പം ചെലവഴിക്കും. അത് പങ്കുവെക്കലുകൾ, അവരുടെ അനുഭവങ്ങൾ പറയുക, പിന്നെ അവരുടെ നല്ല നല്ല ഓർമ്മകൾ ഒക്കെ പുതുക്കുക, പിന്നെ കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പല വിധത്തിലുള്ള ഒരു ആക്ടിവിറ്റിയോട് ചെറിയൊരു ചായ സൽക്കാരത്തോടു കൂടിയൊക്കെ
അത് നടത്താറുണ്ട്. അവരെ ഒത്തിരി സന്തോഷമാണ്. അവർ കാത്തിരിക്കും 3ാമത്തെ ഞായറാഴ്ച ആകാനായിട്ട് ഇവിടെ വരാൻ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് അവരുടെ ആ സമയം ചെലവഴിക്കും. സുവാർത്ത വടംവലി ക്ലബ്. വടംവലി എന്നുള്ളത് നമുക്കറിയാം വളരെയധികം കരുത്താവശ്യമുള്ള, പ്രാക്ടീസ് ആവശ്യമുള്ള ഒരു കളി. നമ്മൾ സാധാരണ കാണുന്നത് പോലെ തിരുനാളിനോടോ അല്ലെങ്കിൽ മറ്റു ചില അവസരങ്ങളോ നടത്തുന്ന ഒരു വടംവലി മത്സരം പോലെയല്ല. ജനകീയമായ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലൊക്കെ നടത്തുമ്പോഴത്തേക്കും ഒത്തിരി പ്രാക്ടീസൊക്കെ ആവശ്യമാണ്. അവർക്ക് കായികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള അവസരം സൃഷ്ടിക്കാനായിട്ടും സിസ്റ്റേഴ്സ് ഏറെ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ സംസ്ഥാന തലത്തിൽ നടന്ന വടംവലി മത്സരത്തിൽ 3ാം സ്ഥാനം വരെയൊക്കെ നേടാനായിട്ട് ഈ ശാന്തിപുരം കോളനിയിലെ യുവാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സിസ്റ്റർ റെനിതയും സിസ്റ്റർ ജോൾസിനെയും SD സന്യാസ സമൂഹത്തിലെ 2 യുവ സഹോദരിമാരാണ്. അവർ ഞങ്ങളുടെ സന്യാസ സ്ഥാപക പിതാവിൻ്റെ ചൈതന്യത്തിനനുസൃതമായിട്ട് വളരെ ക്രിയാത്മകമായ രീതിയിൽ, പ്രത്യേകിച്ചും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി വളരെ നിസ്വാർത്ഥമായ, വളരെ ക്രിയാത്മകമായ പരിപാടികളാണ് കുട്ടികൾക്കും യുവജനങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുക. അഗതികളും ദരിദ്രന്മാരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ് ഒരു അഗതി സഹോദരിയുടെ ദൗത്യം. ഒരു SD സിസ്റ്റർ എന്ന നിലയിൽ ഇവിടെയുള്ള കോളനിയിലെ സാധാരണക്കാരായ ആളുകളോടൊപ്പമുള്ള ഞങ്ങളുടെ ജീവിതം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരനുഭവത്തിലാണ് ഞങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതിനുള്ളൊരു വേദിയായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ സംരംഭങ്ങളും മാറുന്നു എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം പ്രാർത്ഥനാപൂർവ്വം അന്വേഷിക്കും. എങ്ങനെയുള്ളൊരു സാധ്യതയിലേക്കാണോ ഞങ്ങൾ നടന്നു നീങ്ങുന്നതെന്ന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ചെണ്ടമേളമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒത്തിരിയേറെ അമ്മമാരും എല്ലാവരും ഉണ്ട് ഈ കോളനിയിൽ. നല്ല സാധ്യതകളുള്ള, എന്തിനും തയ്യാറായി സന്നദ്ധരായിട്ട് വരുന്ന ഒത്തിരി അമ്മമാരെയൊക്കെ ഞങ്ങൾ കണ്ടു. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന അമ്മമാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലൊരു ചിന്തയുടെ തോന്നിയത്, നമ്മളുടെ ഈ അമ്മമാർ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഈ അമ്മമാരെ കൂടി ചെണ്ടമേളമൊക്കെ ഒന്ന് പഠിപ്പിച്ചാലോ. അങ്ങനെ ഇവരെ ഞങ്ങൾ ക്ഷണിച്ചു. അവർ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ ആശാൻ്റെ കീഴിൽ അവരും അവരുടെ പ്രാക്ടീസ് ആരംഭിച്ചു. അതൊരു നല്ല 10-15ഓളം അമ്മമാർ ഇവിടെ ഇരുന്ന്, അമ്മമാരും കുട്ടികളും ഒരു വലിയ സംഘം കല്ലിൽ കൊട്ടിപ്പടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. സിസ്റ്റർമാർ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അത് പറയാൻ വാക്കുകളില്ല. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സംരംഭം ഇപ്പോൾ 8ാം വർഷത്തിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും സ്വന്തമായി അക്കൗണ്ടുകളുമുണ്ട്. മേളത്തിൻ്റെ കാശുകൾ അനാവശ്യമായി ആരെങ്കിലും ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ദൂർത്തടിക്കുകയോ ചെയ്യാതെ കിട്ടുന്ന എല്ലാ മേളത്തിൻ്റെയും പൈസകൾ അക്കൗണ്ട് വഴി സിസ്റ്റർ ഓരോരുത്തരുടെയും പേരിലിടുകയും അതിൽ നിന്ന് ഒരു വർഷം ഒരാൾക്കെങ്കിലും നല്ലൊരു സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉയർത്തപ്പെട്ട ദീപഗോപുരം പോലെ ആ കൊച്ചു സ്ഥലം അത് മഠമല്ല, അതൊരു ഗുരുകുലമാണ്. ആ ഗുരുകുലത്തിൽ എപ്പോഴും പരിശീലനം കൊടുക്കുന്നുണ്ട്. ആ പരിശീലനം സ്ത്രീകൾക്കാകാം, കുട്ടികൾക്കാകാം, യുവാക്കൾക്കാകാം, സീനിയർ സിറ്റിസൺസിനാകാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ എല്ലാ ക്രിസ്തു ശിഷ്യരെയും ആഹ്വാനം ചെയ്യുകയാണ് അതിർവരമ്പുകളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, പുറംപോക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. സന്യാസ സമൂഹത്തിൻ്റെ സഭയുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു കടന്ന് വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചവരാണ് ഈ സിസ്റ്റേഴ്സ്. തമ്പനം കോളനിയിൽ കടന്നു ചെന്ന് അവിടെ സ്നേഹത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ശുശ്രൂഷയിലൂടെ ആ ഒരു പ്രദേശത്തെ ശാന്തിപുരം കുടുംബമാക്കി ഉയർത്തിയതിൽ ഏവർക്കും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ സഹോദരിമാർ രാവും പകലും നോക്കാതെ ആ മക്കളെ സ്നേഹിച്ച് അവർക്ക് പ്രകാശം
പരത്തി കൊടുത്തതിൽ തിരുസഭ ഏറെ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മൾ ഈ മേളം പോയിക്കൊണ്ടിരുന്നത്. അതിന് നല്ലൊരു തുക ട്രാവലർക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മേളത്തിന് ഇവർക്ക് കിട്ടുന്ന സമ്പാദ്യം വളരെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മമാരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ചാലോ? അപ്പോൾ പറഞ്ഞു, സിസ്റ്റർ ഞങ്ങൾക്ക് എവിടെ നിന്നാ കാശ്, ഞങ്ങളെങ്ങനെ ഓട്ടോറിക്ഷ മേടിക്കും, ഞങ്ങൾ 2 വീലറിൻ്റെ പുറകിലിരിക്കാത്തവരാണ്, ഞങ്ങൾക്ക് വണ്ടി അടുത്ത് കൂടി പോകുമ്പോൾ പേടിയുള്ളവരാണ്, പിന്നെ ഞങ്ങളെങ്ങനെ ഓട്ടോ ഓടിക്കും. അപ്പോൾ ഞങ്ങൾ അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങൾക്കത് സാധിക്കും, കാരണം ചെണ്ട പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊക്കെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരിവിടെ അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവരുടെ വീട്ടിലെ ജോലികളെല്ലാം പൂർത്തിയാക്കി അവർ ജോലിക്ക് പോകുന്നു. വീണ്ടും അവർ വൈകുന്നേരങ്ങളിൽ വന്ന് ചെണ്ട പ്രാക്ടീസ് ചെയ്യുന്നു. അതിനിടയിൽ അവർ ഓട്ടോ ഡ്രൈവിംഗ് പഠിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കല ഇവർക്കുണ്ട്. ഇവരുടെ ഭർത്താക്കന്മാർ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു വിജയം. കാരണം ഇതിന് പോയാലും കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവരെ ഇതിനുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിടുന്ന നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാരും ഇവരുടെ വീടുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. SD കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സാണ്, സിസ്റ്റർ റെനിതയും ജോസിനെയാണ് ഞങ്ങൾ ഓട്ടോ ഡ്രൈവിങ്ങിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലൈസൻസ് ഞങ്ങളെടുത്ത്, ഞാൻ 2, 3, 4 3 ഇതിൻ്റെ ലൈസൻസ് എടുത്ത് ഞങ്ങൾ 5 ലേഡീസാണ് ഓട്ടോയുടെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് 5 പേർക്കും വണ്ടി എടുത്ത് തന്ന് പിന്നെ ഞങ്ങൾ ആ പൈസ ഓടി തിരിച്ചടച്ച് തീർത്ത്. സിസ്റ്റേഴ്സ് ഞങ്ങളെ സഹായിച്ച പൈസ ഓടി തിരിച്ചടച്ച്. ഈ മേളം ഇങ്ങനെ കൊട്ടി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പണ്ടി കോളനിയിൽ വർക്ക് ചെയ്ത്, ഗാന്ധിനഗർ കോളനിയിൽ വർക്ക് ചെയ്ത് ഇപ്പം മിഷനിൽ ജോലി ചെയ്യുന്ന റെജിറ്റ് എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ പാവങ്ങളോട് ഒത്തിരി സ്നേഹമുള്ള സിസ്റ്റർ. അപ്പോൾ ഇങ്ങനെ കോളനിയിലെ പിള്ളേരും അമ്മമാരൊക്കെ കൂടി ഒരു മേള അവതരിപ്പിച്ചെന്ന് കേട്ടപ്പം സിസ്റ്റർ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ തമ്മിലിങ്ങനെ കണ്ടുമുട്ടി. അപ്പോൾ സിസ്റ്ററിന് ഭയങ്കര സന്തോഷം. അയ്യോ റെനിതേ, ജോസിനെ, നമുക്ക് ഇവർക്കൊരു നല്ലൊരു ചാൻസ് കൊടുക്കണം, ഈ കോളനിയിൽ നിന്നൊക്കെ ഇവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഗുജറാത്തിൽ സിസ്റ്റർ അന്നവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഗുജറാത്തിൽ അവരുടെ പള്ളിയുടെ ജൂബിലി ആയിരുന്നു, സെൻറ്റ് മേരീസ് പള്ളിയുടെ ജൂബിലി ആയിരുന്നു. ആ ജൂബിലിക്ക് ഇവരെ ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര, കേരളം വിട്ടുള്ള ആദ്യത്തെ യാത്ര ഗുജറാത്തിലേക്ക് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് നല്ല ഒരുക്കത്തിൽ ഞങ്ങൾ പുറത്തേക്ക് പോയ ഒരു മേളമായിരുന്നു അത്. റെനിത സിസ്റ്ററിന് ഇങ്ങനത്തെ എന്താ പറയുക മേളത്തോട്, കലയോട്, അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ചേർന്ന് റെനിതയോട് നിൽക്കും. റെനിതയുടെ ഉള്ളിൽ ആ സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ചെണ്ട പിന്നീട് മുൻപോട്ട് വന്നൊരു ഫ്യൂഷൻ പ്രോഗ്രാമിലേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ എനിക്കത് ചിന്തിച്ചിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് വിടിയിട്ടുണ്ടായില്ല. അപ്പം റെനിത എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക മേളം കണ്ട ഇവിടെ ഒന്ന് പറയും, ജോസ് ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടു, നമുക്കിതും കൂടെ ആഡ് ചെയ്താലോ, ആ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ആഡ് ചെയ്താലോ, അങ്ങനെയൊക്കെ. അപ്പം എനിക്കിത് നല്ല കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആശങ്ക ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ താളബോധം അത് പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത തെളിച്ചിട്ടുണ്ട്. ചെണ്ടയും ബാൻഡും കൂടിയുള്ളൊരു ഫ്യൂഷൻ അങ്ങനെയാണ് രൂപം കൊള്ളുക. വിളിച്ചത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ളൊരു സാറിനെയാണ്. സാറ് ചോദിച്ചു, സിസ്റ്റർ ഇതുവരെ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ല, ഇതെങ്ങനെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു, സാറ് കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം, ഇത് എത്തേണ്ട അടുത്ത് ദൈവം എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 2 വർഷം മുമ്പ് കേരള പിറവിക്ക് ലുലു മാളിൽ ചെണ്ട ആൻഡ് ബാൻഡ് ഫ്യൂഷൻ സമന്വയ എന്ന പേരിൽ ഉള്ളൊരു പ്രോഗ്രാം നമ്മൾ ആരംഭം കുറിച്ചത്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. പ്രസിദ്ധേന്തിമാർ വരുമ്പോഴായാലും ചോദിക്കും, സിസ്റ്റർ ശിങ്കാരിമേളം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പഞ്ചാരിമേളം ഞങ്ങൾ കേട്ടിട്ടുണ്ട്,
വേറൊരു വെറൈറ്റി പ്രോഗ്രാം ഞങ്ങൾക്കൊന്ന് തരുമോ, അങ്ങനെയാണ് ഞങ്ങളൊരു വെറൈറ്റി എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ചിന്തിച്ചത്. ഇപ്പോൾ ചെണ്ട ആൻഡ് ബാൻഡ് ഫ്യൂഷനാണ് മിക്കവാറും പോകുന്നത്. ഇരുന്നൂറാമത്തെ മേളം ആഘോഷമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അതിനകത്ത് ആരായിരിക്കും മുഖ്യ അതിഥി എന്നുള്ളതും ഞങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു. അതിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു വിശിഷ്ട അതിഥി ജയറാം സാറായിരുന്നു. മേളത്തോട് താല്പര്യമുള്ള ഒരു ഫിലിം ആർട്ടിസ്റ്റ്. ജയറാം സാറിനെ കിട്ടുക, ജയറാം സാറിൻ്റെ ഫോൺ നമ്പർ കിട്ടുക, അതൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല. രൂപ മാഡം എന്ന് പറഞ്ഞ് നമ്മുടെ തേവരയിലുള്ള രൂപ മാഡമാണ് നമുക്ക് ആ നമ്പർ കണക്ട് ചെയ്ത് തന്നത്. ജയറാം സാറിനെ വിളിച്ചപ്പോൾ തന്നെ ജയറാം സാറ് വളരെ സന്തോഷത്തോടു കൂടി അതിനെന്താ സിസ്റ്റർ വരാമല്ലോ, നമുക്കൊരു ഡേറ്റ് കണ്ടെത്താമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കത് മഠത്തിൽ വെച്ച് നടത്താമല്ലോ. സാറിനെ അവിടെ മുതൽ ഇവർ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ച് വലിയ പ്രോഗ്രാമായിട്ട് അത് ചെയ്തു. ഇവരോടൊപ്പം ചെണ്ട കൊട്ടി കൊട്ടി എന്നുള്ളതാണ് അതിനേലും വലിയ രസം. ആ അന്നത്തെ പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും ആ ഫോട്ടോ ആയിരുന്നു വന്നത്. ജയറാം ഇവരോടൊപ്പം കൊട്ടുന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കെല്ലാം പേഴ്സണലായിട്ട് ഓരോ ഗിഫ്റ്റ് ജയറാം സാറിന് അവർ സ്വീകരിച്ചു. രണ്ടായിരത്തി തമ്മനം ശാന്തിപുരത്തെ മക്കളോടുകൂടി ആയിരിക്കുക എന്നുള്ളൊരു ദൗത്യം സ്വീകരിച്ച് ആ നിയോഗത്തോടുകൂടി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ തികച്ചും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അങ്ങനെ വ്യക്തതയില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഓരോരോ സംഭവങ്ങളായിട്ട് ഇവിടെ പല കാര്യങ്ങൾ നമ്മുടെ ഈ കോളനിയിലും ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ആരംഭിക്കാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളായിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും വിചാരിച്ചില്ല ഒരു ചെണ്ടമേളം തുടങ്ങും, അതിത്രയും മേളങ്ങൾ അവർ പല വേദികളിലൊക്കെ പോയി ചെയ്യും, കേരളത്തിന് പുറത്തേക്കും ഒക്കെ ഇവർക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ലഭിക്കും. അങ്ങനെയൊന്നും തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നുമില്ല. വളരെ നിസ്സാരതയിൽ ആരംഭിച്ച് അതിനൊരു വളർച്ച ദൈവം നൽകിയ അനുഭവമാണ് ഉള്ളിൽ തോന്നുന്നത്. തുടങ്ങിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം ഞങ്ങളിവിടെ വന്നിട്ട് 9 വർഷം പൂർത്തിയായി. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ മനസ്സിൽ അത്ഭുതവും ദൈവത്തിൻ്റെ വിസ്മയകരമായ ഇടപെടലുകളെക്കുറിച്ചുള്ള ഓർമ്മയുമാണ് മനസ്സിൽ നിറയുന്നത്. കാരണം ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഒരിടപെടലുകൾ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. കാരണം ദൈവം ഓരോന്നിനും ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അതിനോട് ചേർന്ന് അടുത്തത്, അങ്ങനെ വഴികൾ ഓരോന്ന് കാണിച്ച് തന്നു. അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ധൈര്യം ദൈവം മനസ്സിൽ തന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു യാത്രയിൽ ഞങ്ങളോട് കൈകോർത്ത് നടക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സഹായവും സഹകരണവും, പ്രത്യേകിച്ച് ഇവിടെയുള്ള മക്കളുടെ സഹകരണം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കൂടി തോന്നുകയാണ്. അപ്പോൾ മനസ്സിൽ പറയാനായിട്ട് തോന്നുന്നത്, ദൈവമേ ഇതെല്ലാം നിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ നിൻ്റെ കീഴിലെ നിസ്സാരമായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രം.